ഹായ് ഹലോ, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടുപ്പ് കത്തിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുപ്പ് കത്തിക്കും. ഇപ്പം ആദ്യമൊക്കെ നേരത്തെ എണീക്കണ്ടായിരുന്നു. ഇപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ. ലേറ്റ് ആയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ലേറ്റ് ആയാൽ അന്ന് ഫുള്ളും ലേറ്റാവും. സ്കൂളുള്ളതുകൊണ്ട് നമ്മൾ വേഗം ആക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ വേഗം കഴിയും. അടുക്കള പണി കഴിഞ്ഞാൽ തന്നെ ഏകദേശ പണിയൊക്കെ അവിടെ ഒരുങ്ങും. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ റവ വറുക്കുന്നതൊക്കെ കാണുന്നത്, ഉപ്പുമാവൊക്കെ ആക്കുക. മറ്റേത് സ്കൂളുണ്ടാകുമ്പോൾ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കഴിക്കാത്തൊക്കെ കൊടുത്തു പോയാൽ നമുക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ ഒന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് റവ ആകുമ്പോൾ പിന്നെ വേഗം ചോറും കറിയൊക്കെ ആവുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാമല്ലോ. സ്കൂളിൽ പോയാൽ പിന്നെ അങ്ങനെയല്ലല്ലോ, ആ പോകുന്നത് കഴിച്ചു പോയാൽ പിന്നെ ഉച്ചയാവണ്ടേ. അങ്ങനെ കുറച്ച് റവ ഉപ്പുമാവ് ഉണ്ടാക്കി. കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയത്, അല്ലെങ്കിൽ അടുപ്പിലാക്കലാണ്. അടുപ്പ് കുറച്ചൊന്ന് ചൂട് പിടിച്ച് വരണം. അതായത് ചോറ് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. കത്തിച്ച പാട് വല്ലാതെ ചൂടാവില്ല. പിന്നെ ചോറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം എന്ത് വെച്ചാലും വേഗമാവും. ചോറ് വേവണം എന്നല്ല, ആ ചോറിന് ശേഷമാണല്ലോ ഉച്ചക്കത്തേക്കല്ലേ നോക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ ഒരു കഷ്ണം കപ്പ ഉണ്ടായിരുന്നു ബാക്കി, അതെടുത്ത് അത് കൊത്തി അരിഞ്ഞ് കടു വറുക്കാമെന്ന് വിചാരിച്ച് ചായയും. അത് തന്നെയാണ് ഇന്ന് രാവിലത്തേക്കുള്ള സംഭവം. സ്കൂളില്ലെങ്കിൽ എല്ലാ വീട്ടിലും ഈ ഏകദേശം എളുപ്പപ്പണി തന്നെ ആയിരിക്കും നോക്കുക. എളുപ്പപ്പണിന്ന് നമ്മൾ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് എളുപ്പം നമുക്ക് തോന്നും, പക്ഷെ പണിയെല്ലാം പണി തന്നെയല്ലേ. ഇത് കപ്പ തൊലിച്ച് കൊത്തി അരിഞ്ഞ്, പക്ഷെ എന്താ അറിയില്ല, അതൊക്കെ നമുക്കൊരു എളുപ്പപ്പണി ആയിട്ടാണ് ഫീൽ ചെയ്യുക അല്ലേ. അങ്ങനെ കപ്പയൊക്കെ ഉപ്പും മഞ്ഞളും ഇട്ട് അടുപ്പത്ത് വെച്ച് പുറത്തിറങ്ങി വെക്കുമ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥ. രാവിലെ തന്നെ വെയിൽ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, വെയിൽ നല്ലോണം ഉദിച്ച് ആ മരങ്ങളുടെ ഇടയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ. ഒക്കെ കുറച്ച് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കണം. ഞാൻ നോക്കലുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ നോക്കും, അല്ലാതെ ഇരിക്കും, എനിക്കിഷ്ടമാണ്. അങ്ങനെ കപ്പയൊക്കെ വന്ന് ഇനി അതൊന്ന് കടു വറുത്താൽ അതിൻ്റെ പരിപാടിയും കഴിയും. നമ്മളെ വീടിൻ്റെ ചുറ്റും ഒരുപാട് മരങ്ങളാണ്. ചുറ്റും എന്ന് പറഞ്ഞാൽ 4 ഭാഗം. താഴത്ത് മരങ്ങൾക്ക് പുറമെ താഴത്ത് വയലുണ്ട്, പാടം. രസമാണ്, നല്ല അടിപൊളിയാണ്. നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വരും താഴത്തുനിന്ന്, ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വീശിയടിക്കുന്ന തണുത്ത കാറ്റ്. ചൂടൊക്കെ കുറവാണ്. ചൂടുണ്ട്. ഇപ്പോൾ കുറച്ച് ചുറ്റുഭാഗമുള്ള കുറച്ച് മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലായിടത്തും ഉള്ളതിനെ സംബന്ധിച്ചൊക്കെ ചൂട് കുറവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. അങ്ങനെയല്ലേ പറയാം, പഠിച്ചു വരുന്നുള്ളൂ ഞാൻ. അതാണ് ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരുന്നത്.